SIR-ൽ പ്രവാസികളുടെ അപേക്ഷകൾ അകാരണമായി തള്ളിയെന്ന് രേഖ. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച വെബ്സൈറ്റിലാണ് വിചിത്രമായ വിശദീകരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം ഓക്കെ ആയതിനാൽ അപേക്ഷ തള്ളുന്നുവെന്ന് രേഖപ്പെടുത്തി അപേക്ഷ നിരസിച്ചിട്ടുണ്ട്. നിസ്സാര കാരണങ്ങൾ പറഞ്ഞും അപേക്ഷകൾ തള്ളിയിട്ടുണ്ട്. മീഡിയ 1 എക്സ്ക്ലൂസീവ്. സാജിദ് അജ്മലാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. സാജിദ്, എപ്പോഴും ഈ പ്രവാസികളുടെ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു, വലിയ പരാതികൾ ഉയർന്നിരുന്നു, വലിയ ആശയക്കുഴപ്പങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ഇത് ഓരോ ഘട്ടത്തിലും മീഡിയ 1 തന്നെ വാർത്തയാക്കുകയും അത് ഓരോന്നായി ഇലക്ഷൻ കമ്മീഷൻ പരിഹരിച്ചു വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സംഭവം എന്താണ്? നൗഫൽ, അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പല പ്രവാസി വോട്ടർമാർക്കും അവർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടൊരു സാഹചര്യമാണ് ഉള്ളത്. അതിൽ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി അപേക്ഷ സമർപ്പിക്കുന്നു, അദ്ദേഹത്തിൻ്റെ BLO വെരിഫിക്കേഷൻ, ഫീൽഡ് വെരിഫിക്കേഷൻ ഇതെല്ലാം കഴിയുന്നു. ഏറ്റവും അവസാനം ഇത് റിജക്റ്റ് ചെയ്തതായി കാണിക്കുന്നു. അതിൻ്റെ കാരണം അവിടെ കൃത്യമായി ഓരോ അപേക്ഷയും തള്ളുമ്പോൾ എന്ത് കാരണം കൊണ്ട് അപേക്ഷ തള്ളുന്നു എന്ന് വ്യക്തമാക്കാറുണ്ട്. അതിൻ്റെ റീസൺ ആയി കൊടുത്തിരിക്കുന്നത് ഓക്കെ എന്നാണ്. അതായത് ഒരു കാരണവുമില്ലാതെയാണ് അപേക്ഷ തള്ളിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം EROമാർക്ക് ഏത് ബൂത്താണ് എന്ന് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് പല പ്രവാസികളുടെയും ഈ അപേക്ഷകൾ തള്ളിയിരിക്കുന്നത്. അതിന് ഒരു കാരണവും കാണിക്കാനില്ലാത്തത് കൊണ്ടാണ് അവർ ഓക്കെ എന്ന് അടിച്ച് അത് തള്ളിയിരിക്കുന്നത്. അതായത് ഫോം 6 പ്രകാരം നാട്ടിൽ നിന്ന് പുതിയൊരു വോട്ടറായി ചേരുമ്പോൾ അവർക്ക് അവരുടെ ബന്ധുക്കളുടെ, അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുടെയോ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ആരുടെയെങ്കിലും ഒരു എപ്പിക് നമ്പർ അടിച്ച് നൽകാൻ അതിൽ സൗകര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ബൂത്താണെന്ന് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. ഫോം 6A അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ ഇല്ലാത്തതിന്റെ പ്രശ്നം നമ്മൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടി വാർത്ത നൽകിയതാണ്. ഇതോടുകൂടി EROമാർക്ക് ഏത് BLOക്കാണ് ഇത് കൈമാറേണ്ടത് എന്ന് അറിയാതെ വരികയും അങ്ങനെയാണ് അപേക്ഷ പലതും തള്ളിയിട്ടുള്ളത്. ഇങ്ങനെ ഓക്കെ എന്ന് എഴുതിയത് മാത്രമല്ല ഉള്ളത്, മറ്റൊന്ന് ഈ ഡോക്യുമെന്റ് അതിൽ അറ്റാച്ച് ചെയ്തില്ലെന്നാണ് പറഞ്ഞാണ് പ്രൂഫ് അറ്റാച്ച് ചെയ്തില്ലെന്ന് പറഞ്ഞ് ഈ പല പ്രവാസികളുടെയും അപേക്ഷകൾ നിരസിച്ചിട്ടുണ്ട്. അതായത് അതിൽ അറ്റാച്ച് ചെയ്യാൻ കഴിയുന്നത് പാസ്പോർട്ട് മാത്രമാണ്. പാസ്പോർട്ട് അറ്റാച്ച് ചെയ്താൽ മാത്രമേ ഈ അപേക്ഷകന് ബാക്കിയുള്ള ഓപ്ഷൻ പൂർത്തീകരിച്ച് ഈ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആളുകളുടെ പ്രൂഫ് അറ്റാച്ച് ചെയ്തില്ലെന്ന് പറഞ്ഞാണ് തള്ളിയിരിക്കുന്നത്. ഏത് പ്രൂഫാണെന്നതിൽ വ്യക്തതയില്ല. അതിൽ അറ്റാച്ച് ചെയ്യാൻ കഴിയുന്നത് പാസ്പോർട്ട് മാത്രമാണ്. അത് അറ്റാച്ച് ചെയ്യാതെ അപേക്ഷ പൂർത്തീകരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞാണ് തള്ളുന്നത്. അതോടൊപ്പം തന്നെ ഈ ബൂത്ത് ഇതല്ല എന്ന് പറഞ്ഞ് തള്ളിയിട്ടുണ്ട്. ബൂത്ത് ഏതാണ് എന്ന് ERO ആണ് അതത് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് അയക്കേണ്ടത്. അത് തെറ്റായി അയച്ചത് കൊണ്ട് ഈ അപേക്ഷ നിരസിക്കുന്നു എന്ന് പറഞ്ഞ അപേക്ഷ തള്ളിയ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയാക്കിയിരുന്നു. അതായത് നിരവധി സാങ്കേതിക പ്രശ്നങ്ങളോട് കൂടിയാണ് പ്രവാസികളുടെ SIR പ്രക്രിയ നടന്നത്. ആ സാങ്കേതിക പ്രശ്നം ഈ അപേക്ഷകരുടെ പ്രശ്നമല്ല, അത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രശ്നമാണ്. അതായത് പ്രവാസികളുടെ വോട്ട് എപ്പോഴും പ്രശ്നമായി നിലനിൽക്കാറുണ്ട്. അത് അവർക്ക് പലപ്പോഴും വോട്ട് ചേർക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പക്ഷേ അവരുടെ വോട്ട് ചേർത്ത് അവരുടെ ഫോമിൽ ഓക്കെ എന്ന് രേഖപ്പെടുത്തിയ ശേഷം ആ വോട്ട് റിജക്റ്റ് ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ്? നൗഫൽ, നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. അത് ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം, അതോടൊപ്പം തന്നെ അവർക്ക് എവിടെയാണോ അവർ ഇപ്പോൾ താമസിക്കുന്നത് അത് നൽകാൻ കഴിയാത്ത, പാസ്പോർട്ട് എടുത്തപ്പോഴുള്ള അഡ്രസ്സ് മാത്രം നൽകാൻ പറ്റുന്ന, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നിരന്തരം നമ്മൾ വാർത്ത നൽകുകയും പ്രവാസികൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അവസാന ഘട്ടത്തിൽ വരെ ചില പ്രശ്നങ്ങൾക്ക് മാത്രമാണ് പരിഹാരം കണ്ടത്. ഇപ്പോൾ ഈ ഓക്കെ എന്ന് പറയുന്നത്, അതായത് റിജക്റ്റ് ചെയ്യാനുള്ള കാരണമായിട്ടാണ് ഓക്കെ എന്ന് കാണിക്കുന്നത്. അതായത് ഒരു പ്രവാസി ഫോം 6A പ്രകാരം അപേക്ഷ സമർപ്പിച്ചാൽ എന്ന് അപേക്ഷ സമർപ്പിച്ചു, അത് എന്ന് BLOക്ക് കൈമാറി, എന്ന് ഫീൽഡ് വെരിഫിക്കേഷൻ നടന്നു, ഏറ്റവും അവസാനം അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവ്ഡ് എന്ന് കാണിക്കും, ഇല്ലെങ്കിൽ റിജക്റ്റ് അതിന്റെ റീസൺ എന്ന് കാണിക്കും. അങ്ങനെ റീസൺ ആയിട്ടാണ്
ഓക്കെ എന്ന് കാണിച്ചിരിക്കുന്നത്. അത് ഒരു കാര്യം ഓക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് അപേക്ഷ നിരസിക്കുക? അതാണ് ചോദ്യം. ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം അത് എങ്ങനെയാണ് റിജക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇതിന് മറുപടി പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി സാജിദ്.